ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഫിഷ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആഗോലിയാണ്. അപ്പോൾ ആഗോലി ആദ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. ആദ്യം തന്നെ നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമൺ ജ്യൂസും ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടത് മീനിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഫിഷിൽ മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ മീനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷിൻ്റെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിന് ഗ്യാസ് ഒന്ന് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ഫിഷിനുള്ള മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ആവശ്യമുള്ളത് ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വലിയുള്ളി, കറിവേപ്പില, ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും. മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് പൊട്ടിപ്പോകാതെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വട്ടത്തിൽ മുറിച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞ പാടന്നെ നമുക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി.
ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി മെല്ലെ ഇളക്കി കൊടുക്കണം, ഫിഷൊന്നും ഉടഞ്ഞു പോവരുത്. കറി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി വറവിടാനായിട്ട് വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.